നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം യുഡിഎഫിന്റെ വിജയമായി കണക്കാക്കാനാവില്ല. നിലമ്പൂരിൽ യുഡിഎഫിന്റെ വിജയം തീവ്രവാദ സംഘടനയുടെ പിൻബലത്തിലെന്ന് ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി.കെ. കൃഷ്ണദാസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് യുഡിഎഫിനും എൽഡിഎഫിനും കുറയുകയാണ് ചെയ്തത്. എൻഡിഎക്ക് മാത്രം വോട്ട് വർദ്ധിച്ചു. നിലമ്പൂരിലേത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ബിജെപിയുടെയും എൻഡിഎയുടെയും നിലപാട് 8 തവണ യുഡിഎഫിൻ്റെ കുത്തകയാക്കിയിരുന്ന നിലമ്പൂർ മണ്ഡലം ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും യുഡിഎഫിൻ്റെ വിജയമായിട്ട് ഇത് കണക്കാക്കാൻ സാധ്യമല്ല. മറിച്ച് എൽഡിഎഫിൻ്റെ വോട്ട് ഗണ്യമായിട്ട് കുറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസിനും യുഡിഎഫിനും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് യുഡിഎഫിന് നിലമ്പൂരിൽ വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായത് യുഡിഎഫിൻ്റെ വിജയമല്ല, എൽഡിഎഫിൻ്റെ പരാജയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായിട്ട് വേണം കണക്കാക്കാൻ. നിലമ്പൂരിൽ എൽഡിഎഫ്, യുഡിഎഫ് കക്ഷികൾക്ക് വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. ബിജെപി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായതായും ഏകദേശം 20% ആളുകൾ എൻഡിഎക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. യുഡിഎഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിൻ്റെ എണ്ണത്തിലും കുറവുണ്ടായി. അതേപോലെ തന്നെ എൽഡിഎഫിനും അവരുടെ വോട്ടിൻ്റെ എണ്ണത്തിൽ ശതമാനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട്. ഈ മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടും 2021 വോട്ടിംഗ് ശതമാനമോ വോട്ടിൻ്റെ എണ്ണമോ രണ്ട് മുന്നണികൾക്കും നിലനിർത്താൻ സാധിച്ചില്ല. ഇരു കക്ഷികളും ജാതി പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. ഇരു മുന്നണികളുടെയും തീവ്രവാദ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുന്നതിനുള്ള പ്രചാരണങ്ങൾ നടത്തുമെന്നും മതതീവ്രവാദ സംഘടനയെ കൂട്ടുപിടിച്ചതോടുകൂടി എൽഡിഎഫ്, യുഡിഎഫ് മുന്നണികളുടെ കൌണ്ട് ഡൌൺ തുടങ്ങിയെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. കെ. വിനോദ് കുമാർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മേഖലാ അധ്യക്ഷൻ ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.